തനിക്കെതിരെ അപവാദങ്ങൾ കോൺഗ്രസിലെ ആളുകളാണ് പ്രചരിപ്പിച്ചതെന്ന് വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണൻ. വ്യാജ കഥയുടെ ഉറവിടം പറവൂരാണ്. വി.ഡി. സതീശൻ പറഞ്ഞ ബോംബ് ഇതാണോ എന്ന് അദ്ദേഹം പറയണം. എസ്. ശർമ്മയുടെ പേര് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും കെ.എൻ. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അത് ഉറവിടം പറവൂർ തന്നെയാണ്. പറവൂർ പെരുമ്പടന്ന എന്ന പ്രദേശവും അതുപോലെ തന്നെ പറവൂർ പരിസരങ്ങൾക്ക് അതിനൊരു സ്ഥാനമുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് പറയേണ്ടതാണ്. ഇതാണ് ഈ ബോംബാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്, ഇനി ഷാജഹാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അൺഹോളി റിലേഷൻഷിപ്പ് അദ്ദേഹത്തിനുണ്ടോ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് തീർച്ചയായും പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഇല്ല, ശർമ്മയുമായിട്ട് ഒരു തരത്തിലും വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ശർമ്മയെപ്പോലുള്ളൊരു നേതാവിനെ ഇതിൽ വലിച്ചിഴക്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഇതിൽ നിയമ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പരാതികൾ പോലീസിന് മുമ്പിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടക്കുകയാണ്. അതിനിടയിൽ ഈ എം.എൽ.എ. പ്രതിപക്ഷ നേതാവിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ തന്നെയാണല്ലോ പുതിയ പ്രതികരണവും നടത്തുന്നത്. വിഷ്ണു, ടി.കെ. എം.എൽ.എ. വ്യക്തമാക്കുന്നത് ഈ അപവാദ പ്രചരണങ്ങളുടെ ഉറവിടം അത് പറവൂര് തന്നെയാണ്. അത് ഗോപാലകൃഷ്ണൻ എന്ന ആളാണ് ആദ്യം പ്രചരിപ്പിച്ചത്. ആ ഒരു പ്രത്യേക സ്ഥലം കൂടി അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. അതിൽ മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. ഈ ബോംബ് ഈ പറവൂരിൽ നിന്ന് പൊട്ടും എന്നുള്ളത് ഈ ബോംബാണോ എന്നാണ് കെ.എൻ. ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നത്. ഒപ്പം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ജില്ലാ നേതൃത്വവും ഒക്കെ ഇത് CPM-ൽ നിന്ന് ഉടലെടുത്തൊരു വിഷയമാണ് എന്ന തരത്തിൽ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അതിനെ പൂർണ്ണമായും കെ.എൻ. ഉണ്ണികൃഷ്ണൻ തള്ളുകയാണ്. നിലവിൽ എറണാകുളത്ത് പാർട്ടിയിൽ അത്തരം പ്രശ്നങ്ങളില്ല. നേരത്തെ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പാർട്ടി ഇടപെട്ട് തന്നെ പരിഹരിച്ചു. അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് വന്നതായി ഇത് കണക്കാക്കുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ ആവേശത്തോടെ പ്രചരിപ്പിച്ചത് കോൺഗ്രസ് ഹാൻഡിലുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉറവിടം കോൺഗ്രസ് തന്നെയാണ് എന്നാണ് താൻ ഈ ഘട്ടത്തിൽ കരുതുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിനുമായി ബന്ധപ്പെട്ടുള്ള ഈ സൈബർ ഹാൻഡിൽ വന്നിട്ടുള്ള തെളിവുകളൊക്കെ ഇന്ന് പോലീസിന് മുൻപാകെ കൈമാറും. മുൻപ് ഡിവൈഎസ്പിക്ക് മുമ്പാകെയാണ് മൊഴി നൽകാൻ എത്തുക എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എസ്. ശർമ്മ എം.എൽ.എ. മുൻ വൈപ്പിൻ എം.എൽ.എ. ആണ്. അദ്ദേഹത്തിന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. താൻ പാർട്ടിയിലേക്ക് വരാനും തന്റെ എം.എൽ.എ. ആകാനും ഒക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് എസ്. ശർമ്മ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇതിനകത്തേക്ക് കൂട്ടിക്കെട്ടുന്നത് അത് എതിർചേരിയിലുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് കൂടി കെ.എൻ. ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയ അപവാദ പ്രചരണത്തിനെതിരെ അങ്ങേയറ്റം വരെ പോയി നിയമ പോരാട്ടം നടത്തുമെന്നും അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. ടി.കെ. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.